ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നൺ അദർ ദാൻ ലാലേട്ടന്റെ മകളായിട്ടുള്ള വിസ്മയ തുടക്കം കുറിക്കുന്ന തുടക്കം മൂവിന്റെ ട്രെയിലറാണ്. ജൂഡ് ആന്റണി ജോസഫാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആന്റണിയുടെ മോനൊക്കെയാണ് ഇതൊന്ന് മെയിൻ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. കാരണം ഇതിന്റെ ട്രെയിലർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ വിസ്മയ, ആശിഷ് ജോ ആന്റണി ഇവർ രണ്ടാളുടെയും പേരാണുള്ളത്. അപ്പോൾ ഇവർ രണ്ടാളും ആയിരിക്കും മെയിൻ ആയിട്ട് ഈ സിനിമ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നെപ്പോ പ്രൊഡക്റ്റ് ആണ്, വലിയ രീതിയിലുള്ള ഒരു നെപ്പോ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യേണ്ട. കഴിവുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അവർക്ക് കുറച്ചും കൂടി ഈസിയാണ് സംഭവം. പക്ഷെ അവർ പ്രൂവ് ചെയ്യാതെ ആർക്കും ഒരു ഫീൽഡിലും നിലനിൽക്കാൻ പറ്റില്ല, എസ്പെഷ്യലി മൂവീസ്. കാരണം ആൾക്കാരുടെ സപ്പോർട്ട് ഇല്ലാതെ അതിൽ നിലനിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന പറ്റും. ഒട്ടും തന്നെ സമയം വഹിക്കാതെ നമുക്ക് ആ ട്രെയിലറിലോട്ടേക്ക് കടക്കാം. അപ്പോൾ ഇതിപ്പം ഒരു 10-20 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ഇറക്കിയിട്ട്. അപ്പോൾ നമുക്ക് സമയം വഹിക്കണ്ട. മര്യാദയ്ക്ക് പഠിച്ചൊരു ജോലി വാങ്ങാൻ എത്ര നാളായിട്ട് പറയുന്നു. ആ പ്രിയൊക്കെ ഏത് എക്സാം എഴുതിയാലും ലിസ്റ്റിലുണ്ട്. ഹില്ലേരിയാണല്ലോ, ഒരു മർഡർ മിസ്റ്ററി ഒക്കെ മണക്കുന്നു. സന്തോഷകരമായ ഒരു ഫാമിലി. താനാ വാടക വീട്ടിലല്ലേ താമസം? ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പേര് സിയ. ചമ്മൻ ചാക്കോ. ഓ, എഡിറ്റിംഗ് ഒക്കെ വണ്ടി. മീനുമോൾ അവിടെ, അവളല്ലേ ഇന്നത്തെ സ്റ്റാർ. അച്ഛനുണ്ട്. ചേട്ടാ, കുറച്ചും കൂടെ വലിയൊരു സ്ഥലം ഉണ്ടാവോ? ഒളിച്ചോടാനൊന്നും പ്ലാനില്ലല്ലോ. പിന്നെ ഈ വാടകക്കാരായാലും ഒരാഴ്ചക്കുള്ളിൽ ഒഴിപ്പിച്ചോണം. ഈ ഡോഗിന് ഒരു പ്രാധാന്യമുള്ള തനിക്കുള്ള പണിയെ തന്റെ വീട്ടിൽ വരും. ഓ, സീന് മാറുകയാണല്ലോ. ഫിയർ ഫോളോസ് ഹോം. അന്നത്തെ ആ സംഭവം അച്ഛൻ ഇനി ഓർക്കണ്ട. അന്നൊരു തെറ്റ് പറ്റി. സീന് ടീം കേട്ടോ, ടെക്നിക്കലൊക്കെ വൻ ടീമാണ്. എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണം. ജോമോൻ ടി ജോൺ അതും പൊളി. ഷോ ഇറങ്ങണമല്ലോ ജോബിത്രേ, താനും മോള് മാത്രമല്ലേ ഉള്ളൂ. പൊളി പൊളി പൊളി. എന്താ മോനെ, ഓഹോ, ഇത് വെറുതെ അല്ല. ദ മൈറ്റി എൽ ലാലേട്ടൻ, സൂപ്പർ. ഇത് വെറുതെ കണ്ടത് തുടക്കം പാഴാവില്ല, അത് ഉറപ്പാണ്. സർപ്രൈസ് ആയിപ്പോയി കേട്ടോ, വൻ സർപ്രൈസ് ആയിപ്പോയി. കാരണം ഞാനിതിൻ്റെ പാട്ട് മാത്രമല്ലേ കണ്ടിട്ടായിരുന്നുള്ളൂ. പാട്ട് മാത്രം ഇറങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു സാധാ ഒരു ഫാമിലി പടം, അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ പാട്ടും തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടുന്ന ഒരു കൈൻഡ് ഓഫ് സോങ് ആയിരുന്നില്ല. പക്ഷെ ഇതിൽ സസ്പെൻസ് ത്രില്ലറാണ് സംഭവം, ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് സൈലൻ്റായി വന്ന് ഹിറ്റ് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതിലെന്തോ കിഡിലും ഡാർക്ക് സംഭവം ഉണ്ട്. എക്സ്ട്രീം ആണെന്നാണ് തോന്നുന്നത്, കുറച്ച് ഗോറും കാര്യങ്ങളിലായിട്ട്. ആ ഒരു കൈൻഡ് ഓഫ് ഫീലാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ. അതിൻ്റെ സിനിമ അത്രയും ഒരു കാമർ ടോണിൽ തുടങ്ങി, അതിൻ്റെ ടോൺ അങ്ങനെ മാറുക. പിന്നെ അതിൻ്റെ ടീമും കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതി. ജെയ്ക്സ് ബിജോയ്, ചമ്മൻ ചാക്കോ, ജോമോൻ ടി ജോൺ, ഇവരെല്ലാം വർക്ക്. പിന്നെ ഡയറക്ടറും പേര് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ടെക്നിക്കലി ഇറ്റ് വിൽ ബി ഗുഡ്. അപ്പോൾ ആ കാര്യവും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ, എനിക്ക് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്, അത്യാവശ്യം ഒരു സ്റ്റഫുള്ള ഒരു കൈൻഡ് ഓഫ് ട്രെയിലറായിട്ട് തന്നെയാണ് തോന്നുന്നത്. വെറുതെ എന്തായാലും സിനിമ ചെയ്യാൻ വേണ്ടി തട്ടിക്കുട്ടി എടുത്തൊരു സംഭവമൊന്നുമല്ല. കറക്റ്റായിട്ടുള്ള എന്തോ ഒരു USP, ഒരു ക്യാച്ചിങ് പോയിന്റ് ഇതിലുണ്ട്. അത് എന്തായാലും അതിൻ്റെ സസ്പെൻസ് ഒന്നും വിട്ട് കളയുന്ന രീതിയിലൊന്നും ആക്കിയിട്ടില്ല. ഫാമിലിക്ക് വരുന്ന എന്തോ സംഭവമാണ്, പണ്ടത്തെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉദിച്ചു വരുന്നത്, അങ്ങനെ എന്തൊക്കെയോ ആയിട്ടുള്ള സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സംഭവം കൊള്ളായിരിക്കും. എനിക്കറിയില്ല ഇതിൻ്റെ ഡ്യൂറേഷൻ എത്ര ഉണ്ട് എന്ന്. എന്തായാലും ഒരു 2 മണിക്കൂറിനുള്ളിൽ തീർക്കുവാണെങ്കിൽ പ്രേക്ഷകർക്കും സിനിമാക്കാർക്കും എല്ലാം നല്ലത്. കാരണം അധികം മടുപ്പിക്കാതെ, റബ്ബർ ബാൻഡ് എഫക്റ്റ് പോലെ വലിച്ച് നീക്കാതെ സിനിമ തീർക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും ബെസ്റ്റ് അതാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ ഇത്രയൊക്കെ ഉള്ളൂ ട്രെയിലർ റിയാക്ട് ചെയ്തതിൻ്റെ ഒരു കണ്ടതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നുള്ള കാര്യം കൂടി കമൻറ്റ് ചെയ്യൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗൈസ്.